എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന +1 കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുകളാണ്. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഫോഴ്സ് ഓഫ് എ സിമ്പിൾ പെനിൽ യൂസിംഗ് ഡയമെൻഷൻ അനാലിസിസ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനാണ് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാസ്, ലെങ്ത്, ഗ്രാവിറ്റി, ഈ 3 ഫാക്ടേഴ്സിനെയാണ്. അപ്പൊ നമുക്ക് എഴുതാം ടി പ്രപ്പോർഷണൽ ടു ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കുമ്പോൾ m⁻x l⁻y അതുപോലെ തന്നെ g⁻z എന്ന് നമ്മൾ എഴുതുവാണ്. ദെൻ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നു. therefore t is equal to a constant k into m⁻x l⁻y g⁻z എന്ന് നമ്മൾ എഴുതി. രണ്ട് സൈഡിലും നമ്മൾ ഡയമെൻഷൻ എടുക്കുവാണ്. അപ്പം ടൈമിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ടി തന്നെയാണ്. മാസിനും ലെങ്തിനും ഇല്ലാത്തതുകൊണ്ട് m⁻l m⁻0 l⁻0 t⁻1 എന്ന് എഴുതി. കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല. മാസ് m⁻x ലെങ്ത് l⁻y lt⁻2 എന്താണ് all⁻z എന്നാണ് നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻x l⁻y അതുപോലെ തന്നെ l⁻z വരും. t⁻2 എന്ന് എടുക്കാം. നമ്മൾ രണ്ട് സൈഡിലും ഡയമെൻഷൻ ഉണ്ടല്ലോ, അതിന്റെ പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഓൾറെഡി m⁻0 l⁻0 t⁻1 ആണ്. ഇവിടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എഴുതുവാണെന്നുണ്ടെങ്കിൽ m⁻x എന്ന് എഴുതാം. എല്ലിന് ഇവിടെ y ഉണ്ട് z ഉണ്ട്. അപ്പൊ y + z എന്ന് എഴുതാം. t⁻2z എന്ന് എഴുതി. ഇവിടെ തന്നെ m⁻0 l⁻0 t⁻1 ആണ്. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, മാസിന്റെ ഇവിടെ എക്സ്, മാസിന്റെ പവർ എക്സ് ആണ് അല്ലെ, അതായത് ഡയമെൻഷൻ ഓഫ് മാസ് എക്സ് ആണ്. അപ്പം ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാൻ സാധിക്കും x ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. ഇനി എല്ലിന് നോക്കുക, y + z ആണ്. ഇവിടെ 0 വന്നു. y + z ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിയേ, ടിയുടെ എഴുതുവാണെന്നുണ്ടെങ്കിൽ -2z ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് ഇസഡിന്റെ വാല്യൂ എഴുതാം. ദാറ്റ് ഈസ് -1/2 എന്ന് എഴുതാം. അപ്പൊ ഇസഡിന്റെ വാല്യൂ -1/2 എന്ന് തോന്നുന്നു. ഈ ഇസഡിന്റെ വാല്യൂ നമ്മൾ ഈ y + z അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ y + z ആണ്. ഇവിടെ ഒരു z എന്ന് പറയുമ്പോൾ -1/2 ആണ്. മൈനസ് ഇസഡിന്റെ സ്ഥാനത്ത് -1/2 ഈസ് ഈക്വൽ ടു 0 എന്ന് തോന്നുന്നു. ഓർ y ഈസ് ഈക്വൽ ടു 1/2 എന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ. അപ്പം എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി, എക്സിന്റെ പവർ കിട്ടി, വൈയുടെ പവർ കിട്ടി, ഇസഡിന്റെ പവർ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ ഏതാണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. therefore എഴുതാൻ സാധിക്കും t ഈസ് ഈക്വൽ ടു k m⁻x പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. ദെൻ എല്ലിന്റെ പവർ എന്ന് പറഞ്ഞിരിക്കുന്ന y ആണ്. y എന്ന് പറയുമ്പം എത്ര വരും? 1/2 വരും. 1/2 ആണ്. ദെൻ g ഇസഡിന്റെ പവർ എന്ന് വെച്ചാൽ -1/2 ആണ്. ക്ലിയർ ആയല്ലോ. ഇത്രയും കൊടുത്തു. ഇനി t ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതി. ദെൻ k അതേപടി എഴുതി. എമ്മിന്റെ പവർ 0 ആയത് 1 ആണ്. ദെൻ എല്ലിന്റെ പവർ 1/2 ആണ്. അപ്പൊ നമുക്ക് √l എന്ന് എഴുതാം. √l ഇത് g⁻−1/2 അപ്പൊ ഡിവൈഡ് ബൈ √g എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ. ഓർ t ഈസ് ഈക്വൽ ടു k ഇൻറ്റു √l/g. ഈ k യുടെ വാല്യൂ നമ്മൾ 1/എത്രയാണ് 2π ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ therefore t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √l/g നമുക്ക് കിട്ടും. ദിസ് ഈസ് എ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഗ്രാഫിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ എക്സ്ടി ഗ്രാഫ് ആണ്. എക്സ്ടി ഗ്രാഫിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതായത് ആദ്യമേ നമ്മൾ സ്ലോപ്പ് 0 ആയിട്ടുള്ള കൺസിഡർ ചെയ്യുവാണ്. ഇവിടെ ടൈം ആണ്, ഇവിടെ എക്സ് ആണ്. സ്ലോപ്പ് 0 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഇതായിരിക്കും, ഈ രീതിയിലായിരിക്കും ഗ്രാഫ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് 0 ആണ് കേട്ടോ. സ്ലോപ്പ് 0 ആണ്. പിന്നെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? വെലോസിറ്റി 0 ആണ് കേട്ടോ. സ്ലോപ്പ് 0 ആണ്, അപ്പോൾ വെലോസിറ്റി 0 ആണ്. അതായത് ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ മൂന്ന് പോയിന്റുകൾ ഓർത്തിരിക്കും കേട്ടോ. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ കേസ് വരുമ്പോൾ സ്ലോപ്പ് 0 ആണ്, വെലോസിറ്റി 0 ആണ്, ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി പൊസിഷൻ ടൈം ഗ്രാഫിന്റെ കേസിൽ നമുക്ക് അടുത്തൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ടൈം പൊസിഷൻ ഈ ഒരു രീതിയിൽ ഗ്രാഫ് വരും. ഈ ഒരു രീതിയിൽ ഗ്രാഫ് വരുവാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ. സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അതായത് വെലോസിറ്റി എങ്ങനെയായിരിക്കും? വെലോസിറ്റി എങ്ങനെയാണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ വെലോസിറ്റി
പോസിറ്റീവ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വെലോസിറ്റി എങ്ങനെയായിരിക്കും, പോസിറ്റീവും ആയിരിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഇനി അടുത്ത ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ടൈം, പൊസിഷൻ, ഈ ഒരു രീതിയിൽ ഗ്രാഫ് വരുവാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. then അതുപോലെ തന്നെ വെലോസിറ്റി എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വെലോസിറ്റി എങ്ങനെയായിരിക്കും, നെഗറ്റീവും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഒരു ഗ്രാഫും കൂടെ ആ കേസിലുണ്ട്. ടൈം, പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അതായത് ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ, ഈ ഒരു രീതിയിൽ ഗ്രാഫ് വരുവാണെങ്കിൽ സ്ലോപ്പ് എങ്ങനെയാണ്, സ്ലോപ്പ് കർവ് ആണ് അല്ലെ, സ്ലോപ്പ് കർവ് ആണ്. വെലോസിറ്റി എങ്ങനെയായിരിക്കും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കോ? വെലോസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഒബ്ജക്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഒബ്ജക്റ്റ് എങ്ങനെയാണ്, ഒബ്ജക്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് എന്ന് പറയാൻ സാധിക്കും. മനസ്സിലാവുന്നോ? വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്തിരിക്കുക നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? then അടുത്ത നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കേസിൽ ഇവിടെ ടൈം ആണ്, ദെൻ വെലോസിറ്റി ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഗ്രാഫ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു കേസിൽ എങ്ങനെയാണ് വരുന്നത്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, ഓർത്തോളൂ കേട്ടോ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. എങ്ങനെ, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു ടൈം ആക്സിസ് ആണ് അല്ലെ, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു ടൈം ആക്സിസ് ആണ്. ഇനി ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഈ ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ. ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റിനോട് ഈക്വൽ ആയിരിക്കും കേട്ടോ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എങ്ങനെയാണ്, ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുള്ളതാണ്, യൂണിഫോം മോഷൻ ആണ് കേട്ടോ, ഓർത്തോളം. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിഫോം മോഷൻ ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ യൂണിഫോം മോഷൻ ആണ് സംഭവിക്കുന്നത്, യൂണിഫോം മോഷൻ ആണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ഗ്രാഫ് നമുക്ക് നോക്കാം. യൂണിഫോം ആക്സിലറേഷൻ ഉള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഈ രീതിയിലുള്ള ഗ്രാഫും, രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഗ്രാഫും. മനസ്സിലാവല്ലോ? അപ്പം ഇത് തന്നെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പോസിറ്റീവ് സ്ലോപ്പ് ആണ് കേട്ടോ. അതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പോസിറ്റീവ് സ്ലോപ്പ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്, പോസിറ്റീവ് സ്ലോപ്പ് ആണ്. ഇതുപോലെ തന്നെ ഇതിന്റെ സ്ലോപ്പ് എന്താണ് തരുന്നത്, അത് ആക്സിലറേഷൻ ആണ്. സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ, ആക്സിലറേഷൻ ആണ്. സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗീവ്സ് എ ആക്സിലറേഷൻ ഓഫ് ദി ബോഡി ആണ്. ഇനി ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഗീവ്സ് എ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് തരുന്നത് കേട്ടോ. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന്റെ കൂടെ ഒരു ഗ്രാഫും കൂടെ വരുന്നത് നോൺ യൂണിഫോം ഉണ്ട് കേട്ടോ. നോൺ യൂണിഫോം ഉണ്ട്. നോൺ യൂണിഫോം ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വരും. ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് വരുന്നത്. ഗ്രാഫ് ഇസ് എ കർവ്ഡ് ലൈൻ ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആക്സിലറേഷൻ ഓഫ് ദ ബോഡി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ഇവിടുത്തെ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആക്സിലറേഷൻ ആണ്. പക്ഷെ എങ്ങനെയാണ്, അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്, ആക്സിലറേഷൻ ഓഫ് ദ ബോഡി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ദാറ്റ് ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പൊ ഈ രണ്ട് ഗ്രാഫും ആണ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത്, പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഏരിയ അണ്ടർ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. ഇനി നമുക്ക് നോക്കാം, പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നല്ലോണം പഠിച്ചോളുക. പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ കേട്ടോ. പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് വെച്ചാൽ എന്താണ്, പരാബിളയാണ്. പ്രത്യേകം ഓർത്തോണം, പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് വെച്ചാൽ പരാബിളയാണ്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രൊജക്ടൈലിന്റെ ഗ്രാഫ് റെപ്രസെന്റേഷൻ അതൊന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഇതാണ് നമ്മൾ ത്രോ ചെയ്യുന്നത്, മൂവ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണിത് പോകുന്നത് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിളിലാണ്. ദെൻ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഹൈറ്റ് ആണ് അല്ലേ, ഇത് ഹൈറ്റ് ആണ് ഇവിടുത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റും. ഇത് യു കോസ് തീറ്റ ആണ് കേട്ടോ. ഇത് യു കോസ് തീറ്റ ആണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് യു സൈൻ തീറ്റ ആണ് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ടൊന്ന് വരച്ചിരിക്കണം കേട്ടോ. അത് ഇവിടെ ഓർക്കേണ്ട കാര്യം, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റ ആണ്. ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇത് യു കോസ് തീറ്റ ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ ആണ്. അതൊക്കെ എഴുതുമ്പോൾ മാറിപ്പോകല്ലോ, കൃത്യമായിട്ട് തന്നെ എഴുതിക്കോളണം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഡെറിവേഷൻസ് ഉണ്ട്. ഇപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലെ, ആദ്യമായിട്ടുള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിനെ ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ
ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് അല്ലെ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈം ടേക്കൺ ബൈ എ പ്രൊജക്ടൈൽ ടു റിട്ടേൺ ടു ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ. സെയിം ഹൊറിസോണ്ടൽ ലെവലിലേക്ക് തിരിച്ചു വരാൻ അല്ലെ, പ്രൊജക്ട് ചെയ്തതിനു ശേഷം തിരിച്ചു വരാൻ എടുക്കുന്ന ആ ടൈമിനാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന്റെ വാല്യൂ എങ്ങനെയായിട്ട് മാറും? ആ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ് അല്ലെ. അപ്പം ദാറ്റ് ഈസ് എങ്ങനെ എഴുതാൻ സാധിക്കും? 0 ഈസ് ഈക്വൽ ടു യു മേലോട്ടല്ലേ പോകുന്നു. അപ്പം വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കും. ദാറ്റ് ഈസ് യു സൈൻ തീറ്റ. ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി ആണ്. ദെൻ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇവിടെ മൈനസ് വരാൻ കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കേട്ടോ. അതാണ് മൈനസ് വരാൻ കാരണം ജി ടി സ്ക്വയർ നമ്മൾ എഴുതി. ദെൻ ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നുള്ളൂ കേട്ടോ. അതേഫോർ ഹാഫ് ജി ടി സ്ക്വയർ, ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ യു സൈൻ തീറ്റ ഇൻറ്റു ടി എന്ന് എഴുതി. യു സൈൻ തീറ്റ ഇൻറ്റു ടി എന്ന് എഴുതി. ദെൻ ടി ആണ് വേണ്ടത്. ടി ഈസ് ഈക്വൽ ടു രണ്ട് സൈഡിലും ഒരു ടി ഇവിടുത്തെ ടി കൊടുത്ത് ടി ക്യാൻസൽ ആയിപ്പോ ദെൻ ടി ഈസ് ഈക്വൽ ടു നോക്കുക ഈ 2 ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ 2u സൈൻ തീറ്റ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ വരുന്നത് ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ദാറ്റ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ഇല്ലേ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളെ ഹൊറിസോണ്ടൽ റേഞ്ച്. ക്യാപിറ്റൽ ആർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആർ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി കേട്ടോ. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. അത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ല, അതേ രീതിയിൽ തന്നെ. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യു കോസ് തീറ്റ ആണ്. യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ കണ്ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് വന്നു. ഓർ ആർ ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ യു ഉണ്ട് അപ്പൊ യു സ്ക്വയർ ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ 2u സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയും. ഇവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈൻ 2 തീറ്റ ആണ്. അപ്പം യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ റിലേഷനും നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കുള്ളത് മാക്സിമം ഹൈറ്റ് ആണ് കേട്ടോ. മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അതിന് നമ്മൾ ക്യാപിറ്റൽ എച്ച് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റെപ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ എക്സാമിന് വേണ്ടി. അപ്പോൾ ഇക്വേഷൻ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉപയോഗിച്ചു. ദെൻ മാക്സിമം ഹൈറ്റ് ആണ് അല്ലേ. മാക്സിമം ഹൈറ്റ് ആണ്. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 0 ആയിട്ട് വരും. ദെർഫോർ 0 മൈനസ് ദാറ്റ് ഈസ് യു എന്ന് പറഞ്ഞിരിക്കുന്നത് യു സൈൻ തീറ്റ ആണ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് 2g എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് ആണ്. 2g h എന്ന് നമ്മൾ എഴുതി. ക്ലിയർ ആയല്ലോ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് സൈഡിലും മൈനസ് ഉള്ളൂ, അത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ എഴുതി. ഓർ എന്താണ് നമ്മുടെ ഇക്വേഷൻ ഏതാണ്? h ആണ്. h ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലേ. അപ്പൊ നമുക്ക് കിട്ടി മാക്സിമം ഹൈറ്റും കിട്ടി. ക്ലിയർ ആയല്ലോ. അപ്പം പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചോണം. ഏറ്റവും ഷോർട്ട് ആയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതി പഠിച്ചോളൂ കേട്ടോ. അപ്പൊ പ്രൊജക്ടൈൽ മോഷന് 3 ഡെറിവേഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പ്രൊജക്ടൈൽ മോഷൻ പഠിക്കാൻ നേരത്തെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓർത്തിരിക്കുകയാണ് 1-2 പോയിന്റ്സുകളുണ്ട്. അതായത് മാക്സിമം റേഞ്ച് വരുന്ന ഏത് ആംഗിളാണ്? 45 ഡിഗ്രിയിലാണ് കേട്ടോ. മാക്സിമം റേഞ്ച് വരുന്നത് 45 ഡിഗ്രി ആംഗിളാണ്. അതുപോലെ റേഞ്ച് സെയിം ആവുന്ന 2 ആംഗിൾസിന്റെ കേസിൽ റേഞ്ച് സെയിം ആവുന്നുണ്ട്. തീറ്റ ഡിഗ്രിയിലും അതുപോലെ 90 മൈനസ് തീറ്റയിലും ആ റേഞ്ച് അവിടെ സെയിം ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഹയസ്റ്റ് പോയിന്റിൽ എങ്ങനെയാണ് ഹയസ്റ്റ് പോയിന്റിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് വെർട്ടിക്കൽ കമ്പോണന്റ്? വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ അല്ലെ. വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ എങ്ങനെയാണ്? 0 ആണ്. ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഏത് മാത്രമേ ഉള്ളൂ? ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. അതും കൂടെ ഓർത്തിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് 1 മാർക്കിന്റെ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്.